ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പതിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പതിപ്പിൻ്റെ ഫസ്റ്റ് പേജാണ്. അടുത്തത് ഉള്ളടക്കം. ആമുഖം, പരിസ്ഥിതി, ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ചരിത്രം, പരിസ്ഥിതി സംരക്ഷണം, 2025 ലോക പരിസ്ഥിതി ദിന തീം, 2025 ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യം, ലോക പരിസ്ഥിതി ദിന ലക്ഷ്യങ്ങൾ, പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി മുദ്രാവാക്യം, പരിസ്ഥിതി ദിന പോസ്റ്റർ വാചകങ്ങൾ, പരിസ്ഥിതി ദിന പോസ്റ്റർ, പരിസ്ഥിതി കവിത, പരിസ്ഥിതി ക്വിസ്. ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഈ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതായി അതുകൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ആമുഖം. എല്ലാ വർഷവും ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1973 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, പ്ലാസ്റ്റിക് മലിനീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലം സംരക്ഷിക്കുക, കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക, കമ്പോസ്റ്റ് കുഴികൾ നിർമ്മിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. പരിസ്ഥിതി നമുക്ക് ചുറ്റും കാണുന്ന തികച്ചും പ്രകൃതിദത്തമായ ഘടകം ഇതാണ് പരിസ്ഥിതി എന്ന് ഒറ്റ വാക്കിൽ പറയാം. വൈവിധ്യമാർന്ന ജന്തുക്കളും സസ്യങ്ങളും എല്ലാം നമ്മുടെ പ്രകൃതിയിലുണ്ട്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ജീവജാലങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ. അവൻ്റെ വിവേകം മറ്റുള്ള ജീവികളിൽ നിന്നും അവനെ വേർതിരിച്ചു നിർത്തുന്നു. എന്നാൽ പ്രകൃതിയെ ആശ്രയിക്കാതെ മനുഷ്യന് നിലനിൽപ്പില്ല. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി തന്നെ അവൻ്റെ രക്ഷയ്ക്കും അതേസമയം നാശത്തിനും കാരണമാകുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയിലൂടെ ശാസ്ത്രവും ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയാൽ അല്ലാതെ കൃത്രിമമായും അവൻ്റെ സൃഷ്ടികൾ വളർന്നു. അത്തരം സൃഷ്ടികൾ നമ്മുടെ പ്രകൃതിക്കും ഭീഷണിയായി. സൗധങ്ങൾ പണിയാൻ മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങി. അത് നമുക്ക് തന്നെ ദോഷമായി തീർന്നു. കാലാവസ്ഥകൾ മാറി വന്നു. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിനും കാരണമായി. മറ്റൊരു ഭീഷണി, വനത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതിലൂടെ വന്യമൃഗങ്ങൾക്ക് അവിടെ വസിക്കാനുള്ള സാഹചര്യം ഇല്ലാതായി. അവ നാട്ടിലിറങ്ങി മനുഷ്യൻ്റെ കൃഷിയും മറ്റും നശിപ്പിക്കാൻ തുടങ്ങുകയും അവൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്തു. ഭൂമി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ചെറിയ ലോകത്ത് കുറച്ചുനാൾ മാത്രം ജീവിച്ച് മടങ്ങാനെത്തിയവരാണ് നാം ഓരോരുത്തരും. പരിസ്ഥിതിയെ സ്വന്തമായി വെച്ച് ആസ്വദിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്നാൽ അത് ഒരിക്കലും അതിരു കവിഞ്ഞാകരുത്. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കാം. കാരണം നമുക്ക് മുൻപേ വന്നവർ ഈ പ്രകൃതിയെ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് ഒരു കേടുപാടുകളും കൂടാതെയാണ്. നാം അത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതും അങ്ങനെ തന്നെയാണ്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ചരിത്രം. 1973 ജൂൺ 5 ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്. 1972 സ്റ്റോക്ക്ഹോം മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തെ ആദരിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തെ ഈ തീയതി അടയാളപ്പെടുത്തുന്നു. പരിസ്ഥിതി പ്രവർത്തനത്തിനും അവബോധത്തിനുമായി ഒരു ദിവസം നിശ്ചയിക്കുക എന്ന ആശയം ഈ സംഭാഷണത്തിനിടെ ഉയർന്നു വന്നു. ഒരേയൊരു ഭൂമി എന്ന മുദ്രാവാക്യത്തോടെയാണ് പ്രഥമ ലോക പരിസ്ഥിതി ദിനം ആരംഭിച്ചത്. അതിനുശേഷം അവബോധത്തിനായുള്ള ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ വാർഷിക പരിപാടികളിൽ ഒന്നായി ഇത് വികസിച്ചു. പരിസ്ഥിതി സംരക്ഷണം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ്. മനുഷ്യൻ്റെ കടന്നുകയറ്റം പലപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തിന് ഭീഷണിയാകാറുണ്ട്.
പരിസ്ഥിതിക്ക് മാറ്റം വരുമ്പോൾ ജീവിതത്തിൻ്റെ സന്തുലനാവസ്ഥയ്ക്കും മാറ്റമുണ്ടാകും. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭീഷണികളാണ് പരിസര മലിനീകരണവും വനനശീകരണവും. വനങ്ങൾ വൃക്ഷനിബിഡങ്ങളാണ്. അവ അന്തരീക്ഷത്തിലെ നീരാവിയെ തടഞ്ഞു നിർത്തി മഴ പെയ്യാൻ സഹായിക്കുന്നു. വനങ്ങൾ ധാരാളമായി വെട്ടിനശിപ്പിക്കുന്നത് മൂലം മഴ കുറയുന്നു. ഇതുനിമിത്തം രൂക്ഷമായ വരൾച്ചയും ജലദൗർലഭ്യവും അനുഭവപ്പെടും. ഇത് രോഗങ്ങൾക്കും കൃഷിനാശങ്ങൾക്കും കടുത്ത ക്ഷാമത്തിനും വഴിതെളിക്കും. വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ക്രമപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അവ വെട്ടിനശിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യാനിടയുണ്ട്. മാത്രമല്ല മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം മുതലായവ തടയാനും ബുദ്ധിമുട്ടുണ്ടാകും. ചുരുക്കത്തിൽ വനങ്ങൾ വെട്ടിനശിപ്പിക്കാതെ കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 2025 ലോക പരിസ്ഥിതി ദിന തീം. ഒരു പ്രത്യേക പാരിസ്ഥിതിക പ്രശ്നം ഉയർത്തിക്കാട്ടുന്നതിനായി എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനത്തിന് ഒരു പ്രത്യേക തീം തിരഞ്ഞെടുക്കുന്നു. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യം. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക ആഘോഷം എല്ലാ വർഷവും വിവിധ രാജ്യങ്ങളിൽ ആചരിക്കുന്നു. ആഗോള കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ പങ്കിടാനും ആതിഥേയ രാജ്യം വേദിയൊരുക്കുന്നു. ഈ വർഷം റിപ്പബ്ലിക് ഓഫ് കൊറിയ ജെജു ദ്വീപിൽ ലോക പരിസ്ഥിതി ദിനാചരണം ആഗോളതലത്തിൽ ആതിഥേയത്വം വഹിക്കും. മരുഭൂമീകരണം, നശീകരണം, വരൾച്ച തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നതിനും അവബോധം വളർത്തുന്നതിനുമായി രാജ്യം ഈ പരിപാടിയിൽ ആഴത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. ലോക പരിസ്ഥിതി ദിന ലക്ഷ്യങ്ങൾ. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുജന അവബോധം വളർത്തുക എന്നതാണ്. നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനായി മാലിന്യത്തെ ഊർജമാക്കി മാറ്റുക എന്നതാണ് വേൾഡ് എൻവയോൺമെൻറ് ഡേയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്ന്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക എന്നതാണ്. ഇത് നയമെച്ചപ്പെടുത്തലുകൾക്കായുള്ള ഒരു വക്താവായി പ്രവർത്തിക്കുകയും പ്രാദേശിക, അന്തർദേശീയ തലങ്ങളിൽ പരിസ്ഥിതി നയങ്ങളുടെ പ്രോത്സാഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി പദ്ധതികളിൽ യുവാക്കളെയും സമൂഹങ്ങളെയും ഉൾപ്പെടുത്തുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ ഭൂമി പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആഗോളതലത്തിൽ സഹകരിക്കാൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് രാജ്യങ്ങളെ ഒരുമിച്ച് പ്രവർത്തിക്കാനും വൈദഗ്ധ്യം പങ്കിടാനും പ്രചോദിപ്പിക്കുന്നു. പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ. മാലിന്യം കുറയ്ക്കുക. മാലിന്യ സംസ്കരണവും മാലിന്യ നിർമ്മാർജ്ജനവും പരിസ്ഥിതി സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിന് അത്യന്താപേക്ഷിതമാണ്. പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹങ്ങൾ എന്നിവ പുനരുപയോഗം ചെയ്യുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ചണ ബാഗുകളും ചെമ്പ് കുപ്പികളും തിരഞ്ഞെടുക്കുക. ഓർമ്മിക്കുക, നിങ്ങളുടെ ചെറിയ മാറ്റങ്ങൾ മാലിന്യങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിന് സംഭാവന നൽകുകയും ചെയ്യും. പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി തിരഞ്ഞെടുക്കുക. നമ്മുടെ ഗ്രഹമായ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് വേണ്ടത് പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി മാത്രമാണ്. മാലിന്യങ്ങൾ കുറയ്ക്കുക, ഊർജ ഉപഭോഗം കുറയ്ക്കുക, നമ്മുടെ വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും പുനരുപയോഗിക്കുക എന്നിങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആരംഭിക്കാം.
മുള ടൂത്ത് ബ്രഷുകളും ചെമ്പ് കുപ്പികളും ഉപയോഗിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനുള്ള ചില വഴികൾ മാത്രമാണ്. LED ബൾബുകളിലേക്ക് മാറുന്നതിലൂടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്ലഗ് ഓഫ് ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയും നമുക്ക് വൈദ്യുത ഉപയോഗം കുറയ്ക്കാൻ കഴിയും. സൗരോർജം, കാറ്റാടിയന്ത്രം തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളും പരിസ്ഥിതിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. പ്രകൃതിദത്തമായും ജൈവമായും വളർത്തിയ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. കൃത്രിമ കീടനാശിനികളും വളങ്ങളും ഒഴിവാക്കി ജൈവ കൃഷി നടത്തുന്നതിലൂടെ മണ്ണിൻ്റെ ആരോഗ്യത്തെയും ജൈവ വൈവിധ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ജലസംരക്ഷണവും മലിനീകരണവും കുറയ്ക്കുന്ന സുസ്ഥിര കൃഷിയെയും ജൈവ കൃഷി പിന്തുണയ്ക്കുന്നു. മരങ്ങൾ നടുക. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിന് മരങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. മരങ്ങൾ തണലും തണുപ്പിക്കൽ മേഖലകളും പ്രദാനം ചെയ്യുകയും ഊർജ്ജ ചിലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. പുനരുപയോഗം. നമ്മുടെ ഗ്രഹം ദിനംപ്രതി മാലിന്യ കൂമ്പാരങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുകയും പുനരുപയോഗം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഒരു സുസ്ഥിര പരിഹാരം. നമ്മൾ വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ മാലിന്യങ്ങൾ കുറയ്ക്കുകയും നമ്മുടെ വസ്തുക്കൾക്ക് രണ്ടാമതൊരു അവസരം നൽകുകയും ചെയ്യുന്നു. പരിസ്ഥിതി ദിന മുദ്രാവാക്യം. പൂവും പുഴയും പൂമ്പാറ്റകളും തരിവും ലതയും ചെറുപുല്ലും വണ്ടും പറവകൾ ചെറുജീവികളും ചേരും ജൈവോദ്യാനത്തിൽ. പച്ചക്കുളകൾ ചൂടട്ടങ്ങനെ ഉച്ചി നിവർന്നിരുന്നാട്ടെ, മെച്ചം മെച്ചം മരമേ നിന്നുടെ തണലിൽ സ്വച്ഛമിരുന്നാട്ടെ. പ്ലാസ്റ്റിക് നമ്മുടെ കൂട്ടാളി, പ്ലാസ്റ്റിക് മണ്ണിൻ കൊള്ളയാളി. പ്ലാസ്റ്റിക് കിറ്റുകൾ മാറ്റിയിട്ടെങ്ങും തുണിസഞ്ചികളെ സ്നേഹിക്കാം. പോസ്റ്റർ വാചകങ്ങൾ. മരം ഒരു വരം. മരങ്ങൾ നട്ടുവളർത്തൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ. മരങ്ങൾ നാടിൻ സമ്പത്ത്. പ്രകൃതിയെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. പോസ്റ്റർ. പരിസ്ഥിതി കവിത. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി. പരിസ്ഥിതി ക്വിസ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. എന്നു മുതലാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1973. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.